4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലാണ് ആദിഷിനെ ഷൂട്ട് ചെയ്തത് മുറാത്താണെന്ന് കാണിക്കുന്നത്. വേദനയുടെ ആദിഷ് പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് ടെൻഷനായി മുറാത്ത് മർജാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ അവിടെ ഇട്ട് പോവാൻ തയ്യാറാവുന്നില്ല. എന്താ മുറാത്ത് നീ ചെയ്തത്? നിൽക്ക്, ഇതിലെന്റെ ഒരു തെറ്റുമില്ല. കമോൺ, അവനത് അർഹിക്കുന്നുണ്ട്. അവൻ എങ്ങാനും മരിച്ച എന്ത് ചെയ്യും? നീ അതൊന്നും നോക്കണ്ട. ഇല്ല, ഞാൻ അവനെ വിട്ടിട്ട് വരില്ല. നീ എന്നെ വിട്. മുറാത്തിന്റെ കൈവിട്ടോടി മർജാൻ പെട്ടെന്ന് ആദേശിന്റെ അടുത്തെത്തി. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുറാത്ത് പെട്ടെന്ന് തന്നെ തടുതപ്പി. ദൈവമേ, നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. അവളുടെ വിളി കേട്ടതുപോലെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വിടന്നെ. എവിടെ അവൻ? അവൻ എവിടെ? ആ മുറാത്ത്. നീ എഴുന്നേറ്റോ? വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ട. അവനെ കൊണ്ട് ഞാൻ നിന്നെ സമാധാനം പറയിപ്പിക്കും. വിടെന്നെ. ഓഹ്, എന്നാ നിക്ക്, ഞാനും വരാം. നീ വാശി കാണിക്കാതെ. ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ വണ്ടിയെടുത്തു. ഇതേ സമയം കരഞ്ഞു കാറിക്കോവി വണ്ടിയിൽ നിന്നിറങ്ങുന്ന മുറാത്തിനെ കണ്ട് ഹൈദറും നെറുമിനും ഓടി വന്നു. എന്നാ പറ്റിയടാ? അച്ഛ, എന്നെ രക്ഷിക്ക്. എങ്ങനെയാലും രക്ഷിക്ക്. എന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്ക് പ്ലീസ്. അവൾ അവിടെ നിൽക്കുക മർജാൻ. ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ല. എന്നതാണ് നീ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയ്. ഞാൻ ആദേശിനെ ഷൂട്ട് ചെയ്തു. എന്താണ് നീ പറഞ്ഞേ? എന്നിട്ട് അവൻ മരിച്ചോ? എനിക്കറിയത്തില്ല. എന്നിട്ട് മർജാൻ അവിടെ? അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ ഹൈദർ, അല്ലെങ്കിൽ ഇവൻ ജയിലിൽ പോവും. അപ്പോഴേക്കും ആദേശിന്റെ കാർ അവിടെ എത്തി. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ നേരെ മുറാത്തിന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. ആദേശ്, മാറി നിൽക്ക്. എടാ, നമുക്ക് സംസാരിക്കാം. ഇത് കേട്ട് വേറെ വഴിയില്ലാതെ മർജാൻ ഉറച്ചു പറഞ്ഞു. അവനല്ല, ഞാനാ നിന്നെ ഷൂട്ട് ചെയ്തത്. പക്ഷെ അവളുടെ ഈ വാക്കുകൾ അവന്റെ മുറിവിനെ കഴിഞ്ഞും കുത്തി നോപ്പിച്ചു. എന്നിട്ടവൻ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഇത് കണ്ടുകൊണ്ട് മുസയാനവും അസ്ലിയും ദൂരെ നിന്ന് ഓടി വന്നു. മോനെ, എന്തു പറ്റിയടാ? എഴുന്നേക്ക്. അടുത്ത സീനിൽ ടെൻഷനോടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മർജാനെയാണ് കാണിക്കുന്നത്. ഐ എം സോറി. എനിക്കപ്പോൾ എൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. ദൈവമേ, അവനൊന്നും സംഭവിക്കരുതേ. പെട്ടെന്ന് മുസയാനം മർജാനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്കറിയാം ആരവനെ ഷൂട്ട് ചെയ്തത്? പറയ്. അമ്മ പ്ലീസ്. നിൽക്ക് ജമാൽ, ഇവൾക്കറിയാം. പറയടി, അവിടെ എന്താ സംഭവിച്ചത്? അമ്മ, ഇങ്ങി വാ, പ്രശ്നം ഉണ്ടാക്കല്ലേ. നിന്നെ ഞാൻ വെറുതെ വിട്ടുവെന്ന് കരുതണ്ട എന്ന് മർജാൻ ഒരു വാണിംഗ് കൊടുത്ത് മുസയാനം ഇരുന്നിടത്ത് തന്നെ ചെന്നിരുന്നു. മർജാൻ, എന്താ പറ്റിയ ശരിക്കും? ആരവനെ ഷൂട്ട് ചെയ്തത്? അവൻ നിന്റെ അടുത്തേക്കാണ് വന്നത്. നിനക്ക് ഉറപ്പായിട്ടും അറിയാം. പറയേ. രണ്ടും കൽപ്പിച്ച് മർജാൻ അവൾ തന്നെയാണ് അവനെ ഷൂട്ട് ചെയ്തതെന്ന് ജമാലിനോട് പറയുന്നു. ഇത് കേട്ട് ജമാലും ഞെട്ടി. ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി അവൻ അവളെ നോക്കി നിന്നു. മർജാന്റെ ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ഡോക്ടർ വാതിൽ തുറന്നു വന്നു. പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. ഇതേ സമയം മുറിയുടെ അകത്ത് വെളിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന മർജാനെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നോക്കി കിടക്കുകയാണ് ആദിഷ്. ഇത് കണ്ട് അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ച് അസ്ലി അകത്തേക്ക് പോയി. ഇപ്പുറത്തെ മുറാത്ത് മാൻഷനിൽ മൂട്ടി തീ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ മുറാത്ത് സേവായി. ഇനി നമ്മൾ മർജാന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? അവരെങ്ങനെ ഇനി പോലീസിൽ അറിയിച്ചാലോ? ഇനി എന്ത് ചെയ്യും? എന്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ഇതെല്ലാം അവളുടെ വാശി കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എന്റെ മോനെ ജയിലിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിൽക്കുന്നത് പിന്നെ പുണ്യാളനായോണ്ട് കുഴപ്പമില്ല. ഇതേ സമയം ഹോസ്പിറ്റലിൽ ആദേശിന്റെ അടുത്ത് എല്ലാവരും ഉണ്ട്. നീ എണീറ്റോ? എങ്ങനെയുണ്ടിപ്പോ? ഞാൻ പില്ലോ നേരെ വെച്ച് തരട്ടെ? നോ, ഇറ്റ്സ് ഓക്കെ. വേറെ പില്ലോ വേണോ? ഈ വെപ്രാളം കണ്ട് അസ്ലിയോട് മുസയാനം പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കുക. ഇനി നീ പറ, ആരാ ഇത് ചെയ്തത്? എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടില്ല ശരിക്കും. എത്ര തവണ പറയണം? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. ശരി, ഇനി നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്ക്. അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മ പൊക്കോ, ഞാൻ നിന്നോളാം. പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഓ, ഇനി അതിനു വേണ്ടി തർക്കിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും പോയിക്കോളൂ. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കണം. ശരി, ഞാൻ വിളിക്കാം. നിങ്ങളൊന്ന് മാറിക്കേ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ജമാൽ അവൻ്റെ അടുത്തേക്ക് നിന്നു. മർജാനാണല്ലേ നിന്നെ ഷൂട്ട് ചെയ്തത്? ഇത് കേട്ട് ടെൻഷനായി ആദിഷ് ചോദിച്ചു. ആര് പറഞ്ഞു? ഉള്ളതാണോ അത്? ആ പെണ്ണ് പുറത്തുണ്ട്. അവൾ ഹൈദറിന്റെ മകളാണെന്ന് തെളിയിച്ചു. അവളെ ഏതായാലും ഞാൻ വെറുതെ വിടില്ല. അമ്മ ഇതൊന്നും അറിയരുത്. എന്ത് ചെയ്യാൻ പോവാ നീ നോക്കിക്കോ. ഇതേ സമയം മാൻഷനിൽ മുറാത്തിനെയും കാത്ത് നെസൽ നിൽപ്പുണ്ടായിരുന്നു.
അവനെ കണ്ടപാടെ കോളറിന് കുത്തിപ്പിടിച്ച് പറഞ്ഞു, നിനക്കൊരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? മർജാനാണ് എല്ലാം കുളവാക്കിയത്, അല്ലെങ്കിൽ അവൻ അപ്പോഴേ ചത്തേനെ. നീ വെറുതെ മർജാനെയും കുറ്റം പറയണ്ട. നീ കാരണം ഇപ്പൊ അവളും പെട്ടു. മാറി നിൽക്കടാ. എനിക്ക് ഒരു മർജാന്റെയും കാര്യം അന്വേഷിക്കണ്ട. ഞാൻ എന്നെ സേവാക്കി, അത്ര തന്നെ. നിന്നോട് ഹെൽപ്പ് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ എവിടെ പോവാ? നീ അതുടനെ അറിയും എന്ന് പറഞ്ഞ് നസീർ അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയം ഹോസ്പിറ്റലിൽ മുസയാനവും അസ്ലയും ജമാലിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. മർജാനും വേറെ എങ്ങും പോയിട്ടില്ല. ഇവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ അപ്പുറത്ത് ഒളിച്ചു നിൽക്കുകയാണ് കക്ഷി. ജമാൽ വെളിയിൽ ഇറങ്ങിയതും അസ്ലി CID പണി തുടങ്ങി. അവൻ എന്താ പറഞ്ഞത്? നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് വിഷയം മാറ്റി അവൻ മർജാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി. ഇത് കേട്ട് മർജാനാവട്ടെ അവിടെ നിന്നും ഒന്നുകൂടെ പാത്തിരുന്നു. അവൾ അവിടെ പോകുന്ന ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ നിന്നോടെല്ലാം പറഞ്ഞു എന്ന് എനിക്കറിയാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെല്ലാം സംഭവിക്കുന്നത് ആ പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കാരണമാണ്. ഇനി എന്താണെങ്കിലും ഞാൻ ഈ മാരേജ് നടക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. അവൻ ഓൾറെഡി മാരേജ് വേണ്ടെന്ന് വെച്ചിരുന്നു. അത് പറയാനാണ് അവൻ അവളുടെ അടുത്ത് പോയത്. പക്ഷേ ഇത് മർജാന് പുതിയ അറിവായതുകൊണ്ട് അവൾ സംശയത്തോടെ അവരെ നോക്കുന്നു. സത്യമാണോ? അവൻ കല്യാണം വേണ്ടെന്ന് വെച്ചോ? അതെ. അതേതായാലും നന്നായി. വാ, ഇനി നമുക്ക് പോവാം. നീ അവനെ നോക്കിക്കോണേടാ എന്ന് പറഞ്ഞവർ കുടുംബസമേതം പോയ തക്കം നോക്കി മർജാൻ പമ്മി പമ്മി തൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് ഇറങ്ങി. എന്ത് പണിയാ മുറാത്ത് നീ കാണിച്ചത്? എന്നിട്ട് പിന്നെ ഒന്നും നോക്കാതെ ആദീഷിന്റെ റൂം തുറന്ന് അകത്ത് കയറി. നീ എന്താ ഇവിടെ? പുറത്തു പോ. അത് നീ എന്താ നേരത്തെ പറയാഞ്ഞത്? എന്ത്? നീ കല്യാണം വേണ്ടെന്ന് വെച്ച കാര്യം? അത് കൊള്ളാം. അതിനു മുന്നേ നീ പൊട്ടിച്ചില്ലേ വേടി? അല്ല, അതറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്യില്ലായിരുന്നോ എന്ന് പറഞ്ഞവൻ അവളെ അടുത്തേക്ക് വലിച്ചു. ചുമ്മാ നാടകം കളിക്കണ്ട. ഈ അഭിനയം കണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. സൂക്ഷിച്ചോ നീ എന്ന് പറഞ്ഞവൻ അവളുടെ കൈവിട്ടു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് നിന്നെ പേടിയില്ല. നീ തരുന്ന പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. അതെന്താ? ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് മിസ്സിനാ ഞാൻ രക്ഷപ്പെട്ടതെന്നാ. ഞാൻ മരിക്കാത്തോണ്ടാണോ നിന്റെ മുഖത്ത് ഈ സങ്കടം? നിർത്ത്. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു നേഴ്സ് അകത്തേക്ക് വന്നു. പിന്നെ അവളവിടെ നിന്നില്ല. വെളിയിൽ തളർന്നു നിൽക്കുന്ന അവളെ കണ്ട് ഡെമിറ്റ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? വാ, ഇവിടെ ഇരിക്കുക. നീ പറ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്. നീ തനിച്ചു വന്നോ? ഇല്ല, ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പൊ വരും. കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. നീ എന്തിനാവശ്യമില്ലാതെ മുറാത്ത് ചെയ്ത ഈ തെറ്റ് ഏറ്റെടുക്കാൻ പോയത്? അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കണ്ടെന്ന് പറഞ്ഞാ നീ എന്താ നിന്നെ പറ്റി ചിന്തിക്കാത്തത്? എൻ്റെ ലൈഫ് ഓൾറെഡി പോയി. അവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഇത് നീ ആരോടും പറയരുത്, ഓക്കെ? നീ എന്നോട് പ്രോമിസ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ ആരോടും പറയില്ല. വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം. അവർ പോയതൊക്കെ നോക്കി നസീർ നൈസായിട്ട് ആദിഷിന്റെ റൂം തുറന്നകത്ത് കയറി. ഇതേ സമയം മാൻഷനിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോഴാണ് 2 പടകൾ അങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട് ആദേശിന്? അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനെ ഷൂട്ട് ചെയ്ത ആളോട് സൂക്ഷിച്ചോളാൻ പറയും. വാ, നിന്ന് കാല് കഴിക്കണ്ട, വന്നിരിക്കേ. ചീച്ചക്, ഇവർക്കൊരു പ്ലേറ്റ്. അത് പറഞ്ഞ് മുഴുമിപ്പിക്കാതെ മുസയാനം അലറി. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോവും എന്ന് പറഞ്ഞ് അവരൊരു പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ മകൻ അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നീയൊക്കെ ഇരുന്ന് ആഘോഷിക്കുന്നോ? ഇത് കേട്ട് ഹൈദർ പ്രതികരിക്കാൻ വന്നതും ജമാൽ ഇടയ്ക്ക് കയറി. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ പകയോടെ നസീർ ഉറങ്ങിക്കിടക്കുന്ന ആദേശിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവനെ കൊല്ലാനായി അടുത്ത് ചെന്നു. ഈ ചേട്ടൻ ഇതെവിടെ പോയി? ഞാൻ അവനെന്ന് നോക്കിയിട്ട് വരാം. നേഴ്സ് സ്ട്രോങ് പെയിൻ കില്ലറാണ് കുത്തിവെച്ചത്. കൊല്ലാനായി കൈയും കൊണ്ട് ചെന്ന നസീറിന്റെ കൈ ഇതുവരെ അവിടെ എത്തിയില്ല. വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നപ്പോഴുണ്ട് പെട്ടെന്ന് ആദിഷ് കയറി കൈ പിടിച്ചു. എന്നിട്ട് ചാടി എഴുന്നേറ്റൊരു ചവിട്ടു. അത്ര കണ്ട് ധൈര്യം കാണിക്കരുത് നീ എന്തിനാണ് മർജാന്റെ പുറകെ നടക്കുന്നത്? അവൻ പെട്ടെന്ന് അവന്റെ കോളർ കൈ പിടിച്ചു. അപ്പോഴാണ് മർജാൻ പെട്ടെന്ന് തള്ളിക്കയറി അകത്ത് വന്നത്. അവരുടെ നിപ്പ് കണ്ട് മർജാൻ എന്തോ ഒരു പന്തികേട് മണത്തു. നസീർ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നോട് സംസാരിക്കാൻ വരികയായിരുന്നു. ആ, ഇവനെൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. ഇനി മതി, ഓടുന്ന്. നിനക്കെന്തെങ്കിലും വേണോ? നോ, ഗെറ്റ് ഔട്ട്. പിന്നെ അവളവിടെ നിന്നില്ല. നീ എന്ത് ചെയ്യുകയായിരുന്നു അകത്ത്? ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ് അവനോട്. അതിൻ്റെ ഒരാവശ്യമില്ല. എനിക്കെല്ലാം അറിയാം നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്.
നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നൊന്ന് നിർത്ത്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നിനക്കിതിലൊന്നും ചെയ്യാനില്ല. ഉണ്ട്, എനിക്കിന്ന് ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയില്ല. ഞാൻ അവളോട് സംസാരിക്കാം. നിൽക്ക. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിച്ചപ്പോൾ മർജാൻ 2 എണ്ണം പറഞ്ഞിട്ട് ആദിഷിന്റെ റൂമിൽ കയറി വാതിലടച്ചു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിന്നെ കാണണ്ട. അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ അടുത്തിരുന്ന സോഫയിൽ കയറിയിരുന്നു. ഇതിനെ കൊണ്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന ബുക്കെടുത്ത് വായിക്കുന്ന പോലെ അഭിനയിക്കുന്ന മർജാനെ നോക്കി ആദിഷ് മനസ്സിലോർത്തു. നീ എന്തായി ചെയ്യുന്നത്? എന്തിനാ എന്നോടിപ്പോൾ ഇത്രയും കൺസേൺ കാണിക്കുന്നേ? എന്തിനാ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് നേരെ കിടക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ മുറിവൊന്ന് താങ്ങി. എന്തു പറ്റി? ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? ദേ കുട്ടി മിണ്ടണില്ല. എന്തേലും ഒന്ന് പറ. ഞാൻ എന്താ ചെയ്യേണ്ടത്? മാപ്പ് പറയണോ? എന്ത് ചെയ്യണം ഞാൻ? നീ പറ. വെടിവെച്ച് കൊല്ലാൻ നോക്കിയിട്ട് അയ്യോ ചേട്ടാ സോറി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഒത്തിരി ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിക്കണ്ട. പോവിടുന്ന്. ഇത് കേട്ടപ്പോൾ മർജാൻ ഒരുപാട് സങ്കടം തോന്നി. അതുകൊണ്ട് അവൾ വേഗം അവൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചു. നീ എന്ത് പണിഷ്മെൻ്റ് തന്നാലും ഞാനത് സ്വീകരിച്ചോളാം. പക്ഷെ നീയൊന്ന് ഓർക്കണം, ഈ നശിച്ച കോൺട്രാക്റ്റ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണോ അതോ കൂടുതൽ പെടുത്തുവാണോ എന്ന്. നിനക്കിതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എന്താ 187 ദിവസം? നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. അത് വേണ്ടിയിരുന്നില്ല. ഇത്രയും പറഞ്ഞ് ക്ഷീണിച്ചവൾ മാറി നിന്നു. പെട്ടെന്ന് ആദേശ് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ മർജാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഉണ്ടാവാൻ ആറ്റിറ്റ്യൂഡ് കാണിച്ച് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് നാക്ക് വായിലോട്ടിട്ടപ്പോൾ പെട്ടെന്നൊരു തലകർക്കം വന്ന് അവിടെ ഇരുന്നു പോയവൻ. മർജാൻ വേഗം അവനെ പിടിച്ചു. വെള്ളമാണോ വേണ്ടേ? ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് മർജാൻ വേഗം അവിടെ ഒന്നും പോയി. ഇങ്ങനെയൊക്കെ വാവിട്ട് എല്ലാം വിളിച്ചു പറഞ്ഞ് പിന്നെ ഇരുന്ന് പശ്ചാത്തപിക്കുന്നത് ഇവൻ്റെ ഒരു ഹോബിയാണ്. അവൾ തന്നെ രക്ഷിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞത് തന്നെയും പിന്നെ ഓർത്തൊടുത്ത് അവനവിടെ കുത്തിയിരുന്നു. ഇതേ സമയം ജമാൽ ഒറ്റയ്ക്ക് ഗാർഡനിലിരിക്കുകയാണ്. ഒരു കമ്പനി കൊടുക്കാനായി അസ്ലീം വന്നു. ആരെയാ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുന്നേ? കൊച്ചു ഗള്ളൻ. എടാ ശരിക്കും ആദേശ് മാരേജ് വേണ്ടെന്ന് വെച്ചോ? അവൻ എന്താ ശരിക്കും പറഞ്ഞത്? ഇത് കേട്ട് വലിയ തെളിച്ചമൊന്നും ജമാലിൻ്റെ മുഖത്തില്ല. നീ ഇപ്പോഴും അവനെപ്പറ്റി മാത്രം ചിന്തിക്കുവാണോ? അതായത് ജമാലിന് അസ്ലിയെ ഒരുപാട് ഇഷ്ടമാണ്. അത് തുറന്നു പറഞ്ഞാൽ നോ അപ്പം തന്നെ അവൾ അടിച്ചു തന്നുവിടും എന്നറിയാവുന്നതുകൊണ്ട് അവൻ ഇതുവരെ ആ ധൈര്യം കാണിച്ചിട്ടില്ല. ആദിഷിനെ പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നതെല്ലാം ഇവൻ്റെ ചങ്കിലാണ് വന്നു കൂത്തുന്നത്. ഇതെല്ലാം കേട്ട് ഉറഞ്ഞതുള്ള ജമാൽ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ അസ്ലി തടഞ്ഞെങ്കിലും അവൻ നിന്നില്ല. ഇതേ സമയം വെള്ളമൊക്കെ എടുത്ത് മർജാൻ വന്നപ്പോഴേക്കും ആദേശ് ഉറക്കമായി. ശബ്ദമുണ്ടാക്കാതെ പതിയെ ഡോറടച്ച് അവൾ അടുത്തുള്ള ടേബിളിൽ കൊണ്ട് ബോട്ടിൽ വെച്ചു. എന്നിട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആരുടെയോ പേര് ഉറക്കത്തിൽ പറയുന്നത് കേട്ടു. ശരിക്ക് കേൾക്കാനായി അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ അവൻ വിളിക്കുന്നത് ഏനുൾ എന്ന പേരാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏനുളോ? ഏതാണവൾ? ഇനി അവൻ്റെ ഗേൾഫ്രണ്ട് വല്ലതായിരിക്കുമോ? പിന്നെന്തിനാ ഇവൻ എന്നെ കല്യാണം കഴിക്കുന്നേ? ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ അത് ആലോചിച്ച് പെരുപ്പിച്ച് ഒരു വഴിക്കാക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടാവും. ഏതായാലും ആ രാത്രി മൊത്തം ഏനുള്ളിലെ ആദേശിനെ ലവ് സ്റ്റോറി ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ചിരുന്നു മർജാൻ. പിറ്റേ ദിവസം രാവിലെ ആദേശ് കണ്ണു തുറന്നപ്പോൾ പോത്തുപോലെ സോഫയിൽ കിടന്നുറങ്ങുന്ന മർജാനെ കണ്ടു. ക്ഷീണം കാണും, രാത്രി മുഴുവൻ ഗഹനമായിരുന്ന് ആലോചിച്ചതല്ലേ. ഇവള് പോയില്ലേ? എന്തിനായിരിക്കും ഇവൾ എനിക്ക് വേണ്ടി നിന്നത് എന്നാലോചിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവൾ തന്നെ ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ രംഗം വന്നു. അവൾ ഉണരാൻ പോവുകയാണെന്നറിഞ്ഞ ആദേശ് എന്നത്തെയും പോലെ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നേരെ കിടന്നു. എങ്ങനെയുണ്ടപ്പോൾ? വേദന കുറഞ്ഞോ? നീ എന്തിനാ എപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അവൾ അവനെ തടഞ്ഞു. എങ്ങോട്ടാ? മാറി നിൽക്ക്, എനിക്ക് മടുത്തു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആരാ ചോദിച്ചേ? മര്യാദയ്ക്ക് അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ജമാലിൻ്റെ എൻട്രി. ഗുഡ് മോർണിംഗ് അളിയാ. ഇവളെന്നെ എടുക്കും ഇവിടെ. ആ എന്നാ ഞാൻ പോയേക്കുവാ എന്ന് പറഞ്ഞ് മർജാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. എടാ നിന്നോട് വീട്ടിൽ പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് എനിക്ക് മടുത്തു, ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി. പോവാൻ ഇറങ്ങിയ മർജാൻ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയേക്ക്.
ഇന്നലെ എന്തോ സ്വപ്നം കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ആദേശ് ഞെട്ടി. നീ എന്താ കേട്ടത്? എനിക്കറിയില്ല. എന്താ ഏനുൾ? അങ്ങനെ എന്തോ. ചിലപ്പോൾ ഞാൻ തെറ്റിക്കേട്ടതായിരിക്കും. പക്ഷെ ഇത് കേട്ട ആദേശിന്റെ കിളി പോയി. നീ തെറ്റിക്കേട്ടതാണ്. കർത്താവെ, ജസ്റ്റ് മിസ്. എങ്ങാനും ആ പോയ സാധനത്തിന് മനസ്സിലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഏതായാലും കത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഏനുൾ ആരാന്ന് ചോദിക്കില്ലല്ലോ. അടുത്ത സീനിൽ ആദേശ് മാൻഷനിലേക്ക് വരുന്നു. ആദേശ് റെസ്റ്റ് എടുക്കാൻ മുകളിലേക്ക് പോയപ്പോൾ നർമിൻ മർച്ചാനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, എന്തായി? അവനിതുവരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. വേറെ വലുതെന്തോ എനിക്ക് വരാനുണ്ട്. അവൻ മാരേജിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അവൻ കോൺട്രാക്ട് അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് കേട്ട് ഡെമറ്റാണ് ഇതൊക്കെ ഇവിടെ വന്ന് വിളമ്പിയതെന്ന് മർച്ചാൻ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ പാവൻ നെർമിന് ഇത് പുതിയ അറിവാണ്. എനിക്കൊന്നും അറിയത്തില്ല, അവൻ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യുക? ഞാനെന്ത് ചെയ്യാൻ? ചെന്ന് കരഞ്ഞ് കാല് പിടിക്കാവൻ്റെ. ഇത് കേട്ട് ദേഷ്യം വന്ന മർജാൻ അവിടെ നിന്നും പോയി. നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഇത് കേട്ടിട്ട് എൻ്റെ കൈ തരിച്ചു വരുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ളത്. രണ്ടുപേരും കൂടി തലേ ദിവസത്തെ നെസിറിൻ്റെ പരാക്രമത്തെക്കുറിച്ചാണ് ഡിസ്കഷൻ. ഈ സംസാരത്തിനിടയിൽ കതകുമുട്ടി അകത്തേക്ക് വരുന്നു മർജാൻ. നമുക്ക് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, പക്ഷേ എനിക്കുണ്ട്. ഇത് കേട്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് ഇറങ്ങി. ഞാനാണ് നിന്നെ ഷൂട്ട് ചെയ്തത്, സോ പണിഷ്മെന്റ് എനിക്ക് മാത്രം മതി. എൻ്റെ ഫാമിലിയെ തുടരരുത് നീ. ഇത് കേട്ടുകൊണ്ടാണ് മുസയാനത്തിൻ്റെ വരവ്. പിന്നെ പറയണോ, ദേഷ്യം കൊണ്ട് വിറച്ച് അവരകത്തേക്ക് വന്ന് മർജാന്റെ കാരണത്തൊരൊറ്റ അടി. അടുത്ത അടിക്ക് അവർ കൈ ഓങ്ങിയപ്പോൾ ആദേശ് അവരെ പിടിച്ചു നിർത്തി. വിടന്നെ, അമ്മ നിർത്ത്. ഇവളെ വെറുതെ വിടാനോ? ശരി നടക്ക്, നമുക്ക് താഴെ പോയി സംസാരിക്കാം. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. മുസേന അങ്ങനെ ചെയ്യുമെന്ന് അവനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവൾ ഗാർഡനിൽ പോയി പൊട്ടിക്കരയാണ്. എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? എന്തിനാ അവളെ അടിച്ചത്? അമ്മ ഒരു പെണ്ണല്ലേ? അതെ, ഞാൻ അടിച്ചു. പിന്നെ അത് കേട്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കണമായിരുന്നോ? നീ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ശബ്ദം കേട്ട് അസ്ലിയും ജമാലും വന്നു. എന്താ അമ്മേ, എന്തിനിങ്ങനെ ഒച്ചയിടുന്നത്? ആദേശം ഷൂട്ട് ചെയ്ത് ആരാ നിനക്ക് കേൾക്കണ്ടേ? അതവളാ, ആ പെണ്ണ് മർജാൻ. എന്താ? അവൾക്ക് അത്രയ്ക്ക് ധൈര്യമോ? കൊല്ലുമെന്ന് ഞാൻ അവളെ. ഒന്ന് നിർത്ത്. ഇതാ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. നിങ്ങൾക്കൊട്ടും ക്ഷമയില്ല. ക്ഷമയോ? അവൾ ക്ഷമിക്കാൻ പറ്റിയ കാര്യമാണല്ലോ ചെയ്തത്. ക്ഷമ മാത്രമല്ല, വേണമെങ്കിൽ ഒരു അവാർഡും കൊടുത്തേക്കാം. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളതിൽ ഇടപെടണ്ട. നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ചത് പഠിക്കൽ കൊണ്ടിട്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവരെ ആദേശ് സമാധാനിപ്പിച്ചു. അടുത്ത സീനിൽ ഹൈദർ ആദേശ് ഇത് പോലീസിൽ പറഞ്ഞാലുള്ള തങ്ങളുടെ റെപ്യൂട്ടേഷനെ പറ്റി വേവലാതിപ്പെടുകയാണ്. അവൻ കേസ് കൊടുക്കാതിരുന്നതുകൊണ്ട് ഉറപ്പായിട്ട് അവൻ മറ്റെന്തോ പ്ലാനുണ്ട്. അവള് വരട്ടെ, ചോദിക്കാം. ഈ ഗൂഢാലോചന കണ്ടാണ് മർജാന്റെ വരവ്. നീ ആദേശിനോട് സംസാരിച്ചോ? ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു. അതായത് ഞാൻ അവനെ അനുസരിക്കാൻ പോവുകയാണ്. എന്ത്? ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. എനിക്ക് നിങ്ങളുടെ സിമ്പതിയുടെ ഒന്നും ആവശ്യമില്ല. ഈ മാരേജ് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്, ജയിലിൽ പോകുന്നതിലും. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പെട്ടെന്ന് ചീച്ചക്ക് പോലീസുകാർ വന്നിട്ടുണ്ട്, ആദേശ് സാറിനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. വരാൻ പറയൂ. മിണ്ടരുത്, ഓക്കെ? ആരും ഒന്നും മിണ്ടരുത്. ഇവിടെ ആദേശ് ആരാണ്? ഞാനാണ് ആദേശ്. വരൂ, ഇരുന്ന് സംസാരിക്കാം. നിങ്ങളെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തീരുമാനിച്ചുറപ്പിച്ച മർജാൻ സ്വയമേ കുറ്റം സമ്മതിക്കാൻ ആഞ്ഞതും ആദേശ് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. പക്ഷെ ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് തമ്മിൽ നോക്കി. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നേ? പിന്നെ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പോലീസുകാർ പോയി. അവർ പോയപ്പോൾ ആദേശ് ജമാലിനോട് എന്തോ കണ്ണുകൊണ്ട് കാണിച്ചു. നീ എന്താ ചെയ്യുന്നത്? പണിഷ്മെന്റിന്റെ കാര്യമാണെങ്കിൽ നിനക്കിതല്ല, ഇതിലും വലുതാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ജമാൽ ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ആദേശിന്റെ കയ്യിൽ കൊടുത്തു. അവനത് തുറന്ന് അതിലുള്ള വെഡ്ഡിംഗ് ഡ്രസ്സ് എടുത്ത് മർജാന്റെ നേരെ എറിഞ്ഞു. നാളെ നമ്മുടെ വിവാഹമാണ്. ഇത് കേട്ട് എല്ലാവരും കിളിപോയി നിൽക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു പുതിയ എപ്പിസോഡുമായി നാളെ കാണാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ അന്നക്കുട്ടി.